എന്ത് പറയുന്നു? ഞാൻ സൺഡേ വന്നു. നാളെ തിരിച്ച്. നാളെ പോണം. നാളെ രാവിലെ KCB എഞ്ചിനീയറാണ്. ഞാൻ ബേസിക്കലി എഞ്ചിനീയറാണ്. ഇതിലേക്കൊക്കെ മാറി വന്നത്. എനിക്ക് ഭയങ്കര വാർത്തകളോടൊക്കെ ഭയങ്കര ത്രില്ലിംഗ് ആണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇതാണ്. കാരണം ഞാൻ 18 hours ഒക്കെ ഇതിൻ്റെ പുറകെ അങ്ങനെ അലഞ്ഞ് ജോലി ചെയ്യും. അപ്പോൾ ഇതായിരുന്നു ഈ സ്റ്റോറി. എൻ്റെ സ്റ്റോറിയാണ്. ഞാൻ ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്ത് മാധ്യമമാണ് ആദ്യം ചെയ്തത്. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്തൊക്കെ. എനിക്ക് വാർത്തകൾ ഭയങ്കര ക്രേസാണ്. പിന്നെ സിവിലായതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ടെക്നിക്കൽ സ്റ്റോറി ചെയ്യും. വിഴിഞ്ഞം, ആതിരപ്പള്ളി അങ്ങനെയൊക്കെ. പേഴ്സണൽ സ്റ്റോറികൾ കുറവാണ് ഞാൻ ചെയ്യുന്നത്. എനിക്കൊന്നും ഞാൻ ആദ്യമായിട്ടാണ് ഒരു അന്വേഷിച്ച് ജയിലിൽ ഒരാളെ കാണാൻ വരുന്നത്. അല്ലെങ്കിൽ എപ്പോഴും മറ്റു തരം കുറച്ചുകൂടെ കൺസ്ട്രക്ഷൻ അങ്ങനെയൊക്കെ പരിസ്ഥിതി അങ്ങനെയൊക്കെയാണ് ശരിക്കും ചെയ്യുന്നത്. ഞാൻ വന്ന ആ ദിവസങ്ങളായിരുന്നു തോന്നുന്നു PC ജോർജ് അതിൻ്റെ തലേ ദിവസം വന്നിരുന്നു തോന്നുന്നു. എല്ലാവരും ഭയങ്കര കോഷ്യസ് ആയിരുന്നു. അവര് ജയിലിലുള്ളവര്. കാരണം ഞാനും PC ജോർജിന്റെ ആളാണെന്നാണ് അവര് കരുതുന്നത് തോന്നാൻ. അല്ല, ജയിലിലുള്ളവർ വിചാരിക്കണേ ഞാൻ PC ജോർജിന്റെ ആളാന്നാന്ന് തോന്നുന്നു പിറ്റേ ദിവസം വരുമ്പോ. അല്ലാതെ ഇപ്പൊ വെറുതെ അങ്ങനെ. ഓ അല്ല, കാണാറുന്നില്ലേ? എന്തൊക്കെയാ എന്നിട്ട് ചാനലിലൊക്കെ വന്ന് പ്രസംഗിക്കുന്ന ആള് ഭയങ്കര. പക്ഷെ അത് എങ്ങനെയാ വാർത്തയാവാതിരുന്നേ? PC ജോർജ് സരിതയെ കാണാൻ ശ്രമിച്ചു എന്നുള്ള വാർത്തയെ എല്ലാവർക്കും അറിയുമ്പോ അത് വാർത്തയല്ലേ? വലിയ വാർത്തയല്ലേ അത്? വാർത്തയാക്കണ്ടെന്നോ? പക്ഷെ അതൊക്കെ വലിയ വാർത്തയല്ലേ? ഈ പറഞ്ഞ പോലെ എപ്പോഴും എതിരായിട്ട് സംസാരിക്കുന്ന ഒരാൾ കാണാൻ വരിക എന്ന് പറയുമ്പോൾ ഭയങ്കര വാർത്തയല്ലേ? എന്താണോ അയാളുടെ ഉദ്ദേശം ഞാൻ കണ്ടില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കതിൻ്റെ ഞാൻ അന്വേഷിച്ചില്ല. എനിക്കെന്നാൽ ആ സമയത്തൊക്കെ ഞാൻ കുറേ ഒരു ഹാർഷിപ്പിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ ഒട്ടും ഞാൻ ആരെയും കാണാൻ തയ്യാറായില്ല. അതാണ് വാസ്തവം. ഇനി എന്താ ബിസിനസ്സൊക്കെ പുനരാരംഭിക്കുമോ? കേരളത്തിൽ എങ്ങനെയാണ് ബിസിനസ് തുടങ്ങുന്നത്? കേരളത്തിൽ ബിസിനസ് തുടങ്ങാൻ തന്നെ വിജയിക്കുമോ? പ്രത്യേകിച്ച് എൻ്റെ ലേബിൾ വെച്ചിട്ട്. അല്ല, ഇത് ശരിക്കും റിന്യൂവബിൾ എനർജിക്കൊക്കെ നല്ല സ്കോപ്പ് ഉണ്ട്. അത് എവിടെ നിന്നാണ് നിങ്ങളുടെ ബിസിനസ് ഫ്ലോപ്പ് ആയത്? എങ്ങനെയാ? എവിടെ തൊട്ടത്? ആണോ? ആ നൂറിന് പ്രയോറിറ്റി എക്സ്പെൻസസ് ഉണ്ടാവും. നമുക്ക് ഒട്ടും വേണ്ടാത്തത് ചിലപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരു ആവറേജ് പ്രയോറിറ്റി പിന്നെ മാറ്റി വെക്കാം. അങ്ങനെ കുറേ സെഗ്മെൻ്റ് ഉണ്ട്. ഇതിൽ പ്രയോറിറ്റി സെക്ടർ അവിടെ അടച്ചു വെച്ചിട്ട് പിന്നെ ഈ ലാസ്റ്റ് സെഗ്മെൻറ്റിലോട്ട് പോയാൽ അതിനുവേണ്ടി പൈസ ഇല്ലാതെ അറിയണം എന്നോട് സക്സസ് ആയിട്ട് നല്ല രീതിയിൽ നിങ്ങൾ സ്ഥാപിച്ച ഏതെങ്കിലും ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ? എല്ലായിടത്തും ഉണ്ട്. നടക്കുന്നുണ്ടോ? അതൊക്കെ എവിടെയുണ്ട്? അതൊക്കെയാണ് എനിക്ക് വേണ്ടത്. നിങ്ങൾ ആദ്യം ഒരു തട്ടിപ്പാണ്, നിങ്ങൾ പൈസ തിരിച്ച് തട്ടാൻ വേണ്ടി ഇതാക്കി എന്നുള്ള പോലെയാണല്ലോ ഇത് വരുന്നത്. പക്ഷെ ഇത് എവിടെയൊക്കെയാണ് പ്രവർത്തിക്കുന്നുണ്ട് ശരിക്കും? ഞാൻ പറയാം. ഫസ്റ്റ് വെസ്റ്റ് വിൻഡ് കോർപ്പറേറ്റ്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. കോർപ്പറേറ്റ്സ് ഈ കോർപ്പറേറ്റ്സ് 2010 ഓഗസ്റ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഇതൊരു പ്രൊപ്പറേറ്റർഷിപ്പ് കൺസേൺ ആയിരുന്നു. പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയുന്നത് ബിജു മാത്രം, ബിജു രാധാകൃഷ്ണൻ മാത്രം. ഈ ബിജുവിൽ നിന്നാണ് പിന്നെ ബിജുവിന് തോന്നി ഇത് നല്ല ലാഭം ഉണ്ടായിരുന്നത് സോളാർ പ്ലസ് വിൻഡ്, അത് സ്മോൾ വിൻഡാണേ, ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ബയോഗ്യാസ് നല്ലൊരു പ്രൊഡക്ഷനായിരുന്നു. അപ്പോൾ ഇതിന് പ്ലസ് വന്ന് പ്രോഫിറ്റബിലിറ്റി വന്നപ്പോൾ എല്ലാവരും ഇയാളോട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി സ്റ്റാർട്ട് ചെയ്തു. സോ ഹി സ്റ്റാർട്ടഡ് ഡീപ് സോളാർ. അതിനകത്ത് മേജർ ഷെയർ വന്നിട്ട് ബിജു എടുത്തു. എനിക്ക് എൻ്റെ പേര് ഒരു സെക്കൻഡ് ഡയറക്ടർഷിപ്പിലോട്ട് എന്നെ മാറ്റി. പക്ഷേ
ഷെയർ ഉണ്ടായിരുന്നില്ല. ഷെയർ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നോ? ഡയറക്ടർഷിപ്പ് ഉണ്ടായിരുന്നു. ഈ ടീം സോളാറിൽ റിന്യൂവബിൾ എനർജി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് കമ്പനിയുടെ പേരാണ്. അപ്പോൾ ഈ ഇതിനകത്ത് പിന്നെ ബാങ്കിങ്, HR, ഫിനാൻസ്, പിന്നെ ഇതെല്ലാം വന്നിട്ട് അഡ്വർടൈസ്മെൻറ്റ്സ്, ഇത് ഈ സെഗ്മെൻറ്റ് കൂടുതൽ വന്നിട്ട് ബിജുവാണ്. അതായത് ഓൾ ഇൻ ഓൾ നമുക്ക് വന്നിട്ട് മാർക്കറ്റിംഗ്, ദെൻ ടെക്നിക്കൽ. ഈ ടെക്നിക്കലിൽ എനിക്ക് നോക്കണ്ട, എനിക്ക് പ്രോജക്ട്സ് മാത്രമേ ഉള്ളൂ ടെക്നിക്കലാണ്. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ്റെ ചാർജ് ഇത്ര മാത്രമേ എനിക്കുള്ളൂ. അപ്പോൾ പർച്ചേസ്, സെയിൽസ് എല്ലാം ഇവിടെയാണ്. പർച്ചേസ്, സെയിൽസ് ഫുള്ള് ബിജുവാണ് നോക്കുന്നത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് റവന്യൂ അത് നമ്മൾ കൊണ്ടുപോയി ബിജുവിന് കൊടുക്കുന്നതോടുകൂടി നമ്മൾ ഡ്യൂട്ടി തീർന്നു. അക്കൗണ്ട്സ് വെച്ചാലും എല്ലാം ഇവിടെ ആയതുകൊണ്ട് ഇവരുടെ സ്റ്റാഫ് എല്ലാം ബിജുവിൻ്റെ കൂടെയാണ്. കാര്യം ഇടയ്ക്കിടയ്ക്ക് പൈസ കൊടുക്കും. എനിക്കെന്ന് പറയുമ്പം ആദ്യം എനിക്കൊരു 6 മാസം ഇൻ ഹൗസിൽ എനിക്കൊരു സീറ്റ് ഉണ്ടായിരുന്നു കമ്പനിക്കകത്ത്. 6ാമത്തെ മാസം കഴിഞ്ഞപ്പോൾ കമ്പനി നല്ല ബ്രാൻഡായി. ബ്രാൻഡ് ടീംസ് ആണെന്ന് പറഞ്ഞാൽ മതി, എല്ലാവരും ടീംസ് അതാണ് ക്വസ്റ്റ്യൻ വിളിക്കുകയുള്ളൂ. അങ്ങനെ ക്വസ്റ്റ്യൻ ബ്രാൻഡ് ഡെവലപ്മെൻറ്റ് കഴിഞ്ഞു. 5-6 ബ്രാഞ്ചസ് ഒക്കെ ഇന്നോഗ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ബ്രാഞ്ചൊക്കെ ആയി. അപ്പോഴത്തേക്കും ഇദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ മാത്രം ഒത്തിരി പ്രോജക്ട്സ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് ഹയർ പ്രോജക്ട്സ് വരുന്നു, പുറത്തൊന്നും വലിയ പ്രോജക്ട്സ്. അപ്പോൾ ഫീസിബിലിറ്റി സ്റ്റഡിക്ക്, ടെക്നിക്കൽ സ്റ്റഡിക്കൊക്കെ ഞാനൊന്ന് പോകും ഫീൽഡിലാണ്. എന്നെ അങ്ങനെ സ്ഥിരമായിട്ട് ഫീൽഡിലേക്ക് മാറ്റി. ദാറ്റ് മീൻസ് വീട്ടിൽ നിന്ന് പോവുക, ഫീൽഡിന് പോവുക, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് വന്നാൽ മതി. ബിജുവിൻ്റെ ഫയൽ കൊണ്ട് കൊടുക്കുക. നമ്മൾ കൊണ്ടുപോയതിൻ്റെ ഫയലും റിപ്പോർട്ടും കാറിൽ നിന്ന് എഴുതിയിട്ടാണെങ്കിൽ ഞാൻ കൊണ്ടുപോകും. അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ അയാളുടെ കുറേ കസ്റ്റമേഴ്സിൻ്റെ ലിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ഫീൽഡിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനാണ്, ഒരു കുഞ്ഞുണ്ട്. പക്ഷെ അപ്പോഴും ഈ ഒരു ഹൈറാർക്കിയിലാണോ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉണ്ടായിരുന്നത്? ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറഞ്ഞിട്ട് റിലേഷൻഷിപ്പ് പുറത്തെല്ലാവരും മുമ്പിലുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിച്ചിരുന്നില്ല. അയാളെ സംബന്ധിച്ച് നമുക്കൊരു ഒരു ഹസ്ബൻഡിൻ്റെ എല്ലാ തരത്തിലുള്ള കെയർ ഞാൻ വാങ്ങിച്ചിട്ടില്ല. അത് വാസ്തവം. അയാളുടെ വാക്ക്. പക്ഷെ ജോലി ചെയ്യണ കാര്യത്തിൽ ഇതുപോലെ കൃത്യത കാണിക്കേണ്ടതുണ്ടായിരുന്നു. ഞാൻ എന്നെ സംബന്ധിച്ച് ഏത് വർക്ക് ചെയ്യാനായിട്ട് എടുത്താലും കറക്റ്റ് ചെയ്യും. പിന്നെ കുറച്ച് പാസ്റ്റ് ഹിസ്റ്ററിയിൽ കുറച്ച് ഫ്ലോപ്പുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇനിയൊരു ലൈഫിൽ ഉണ്ടാവില്ല. ഇനിയൊരു ഇതിൽ എങ്ങനെയെങ്കിലും കറക്റ്റ് ആകും എന്ന് വിചാരിച്ചിട്ടാണ് നിന്നത്. പക്ഷെ അത് ഇതിൻ്റെ പിടി, ഈ ഒബ്ലിഗേഷനെ പറ്റി പല ഇഷ്യൂസുണ്ട്. കാര്യം തൊട്ടതിനെ പിടിച്ചതിനെല്ലാം ഇയാൾ ഭീഷണിപ്പെടുത്തുന്ന ഒരു ക്യാരക്ടർ. അപ്പോൾ ആ ബാക്ക് മെയിലിങ്ങിനകത്ത് കുറച്ച് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടി വന്നു. എനിക്ക് എത്ര ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. ടാർഗറ്റ് ഒക്കെ ഫിക്സ് ചെയ്യായിരുന്നു ഇത്ര നല്ല ടാർഗറ്റ് ഫിക്സ് ചെയ്തു. അതെങ്ങനെ? എനിക്കാണ് ഫുള്ള് ടാർഗറ്റ് തരാം. എന്നിട്ട് ഞാനത് എൻ്റെ സെയിൽസ് മാനേജേഴ്സ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് റിപ്പോർട്ട്. അതൊരു നല്ല ടീമായിരുന്നോ? കൂടെ ജോലി നല്ല ടീമായിരുന്നു, നല്ല വർക്കിംഗ് ആയിരുന്നു. ഞാൻ ഇത്രയും മണിക്കൂർ, അത്രയും മണിക്കൂറുകളവർ ജോലി ചെയ്യായിരുന്നു. നല്ല പേയ്മെന്റ് അവർക്ക് കൊടുക്കുകയും ചെയ്യായിരുന്നു. നന്നായിട്ട് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് കമ്മീഷൻ ഉണ്ടായിരുന്നു. സാലറി അല്ലാണ്ട് അവർക്ക് ബാക്കിയുള്ള HR സരിതയ്ക്കും അതൊക്കെ കിട്ടുമായിരുന്നോ? ഇല്ല. എനിക്ക് അത് 2 മാസം സാലറി തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചോദിക്കുമ്പോൾ ചോദിക്കുന്ന സാരിയോ അങ്ങനെ അല്ല, കൃത്യമായിട്ട് ജോലി കൃത്യമാണെങ്കിലും പൈസ കൃത്യമായിരുന്നു. സാലറി ഇല്ല. 2 മാസം എന്താ തന്നോണ്ടിരുന്നത്? 2 മാസം 50,000 ആകെ 2 മാസം. പിന്നീട് സാലറി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു രൂപ കിട്ടിയിട്ടില്ല. പിന്നെ ചെലവുകൾക്ക് മാത്രം തരും. ചെലവുകൾ, വീട്ടിലെ ചെലവുകളായാലും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ വണ്ടി അയാളാണ്, കാറിൻ്റെ മെയിൻ്റെനൻസ്, റണ്ണിങ് കോസ്റ്റ് അതെല്ലാം വന്നിട്ട് പുള്ളിയാണ് മാനേജ് ചെയ്തത്. ഡ്രൈവർക്കുള്ള സാലറി അവരാണ്, കമ്പനിയിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫുഡിന് വേണ്ടിയിട്ട് ഒരു 1000 രൂപയ്ക്ക് അടുത്ത് എൻ്റെ തരും. 4-5 പേരുണ്ടാവും. ഈ 5 പേർക്കുള്ള ഫുഡ് ഉള്ള ക്യാഷ്. അപ്പോൾ അതിൽ നിന്ന് കുറേ വെച്ച് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇല്ലാന്ന് പറയില്ല. അല്ല, അതിനെക്കുറിച്ച് അപ്പോൾ ഈ ജോലി കൃത്യമാകുമ്പോൾ അതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നോർമലി ചോദ്യങ്ങൾ. അല്ല, പിന്നെ അമ്മയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ സ്വാഭാവികമായിട്ടും ബിജുവിൻ്റെ അല്ലാത്തൊരു ഇൻകം ആവശ്യമാണല്ലോ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? അമ്മയെ സംബന്ധിച്ച് വീട്ടിലെ കാര്യങ്ങളെല്ലാം അയാൾ കറക്റ്റായിട്ട് നോക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഹോസ്പിറ്റലിലെ ഫീസ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു കൂടിനകത്താണ്. അപ്പോൾ അത് തന്നെ കിട്ടുന്നത് ഒരു പ്ലസ് ആയിട്ട് കരുതിക്കൊണ്ടിരുന്ന സമയമാണ് ശരിക്കും. പിന്നെ നമ്മളെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എവിടെ വേണേലും പോകും. പക്ഷെ അങ്ങനെ ഒരു കസ്റ്റം ഞാൻ ചിന്തിക്കാത്തോടെ അല്ലെങ്കിൽ പോയില്ല വാസ്തവമാണ്. പിന്നെ കുറേയൊക്കെ കമ്പനിയുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കമ്പനി ഓടിച്ചിട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള ഇഷ്യൂസ് എനിക്കുണ്ട്. അല്ലാതെ പ്രോബ്ലംസ്. ഈ ഇതിനിടയ്ക്ക് നിങ്ങൾ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചുകൊണ്ടിരുന്നോ? എത്ര കാലം ചെയ്തു അത്? 2 വർഷം പ്രോജക്റ്റ്. 2 വർഷത്തോളം ഏകദേശം 126-135 പ്രോജക്ട്സ് തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ ഹീറ്റേഴ്സ് ആണെങ്കിൽ 1000-1500 മേളിൽ ചെയ്തിട്ടുണ്ട്. ഈ 135 വർക്കിംഗ് കണ്ടീഷനാണോ? എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ്.
അതൊക്കെ എല്ലാ ജില്ലകളിലും ഉണ്ടോ? കേരള ഫുള്ളുണ്ട്, തമിഴ്നാട്ടിൽ പോലെ ഉണ്ട്. ഇതിനെന്തെങ്കിലും സബ്സിഡി ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? എല്ലാത്തിലും അതിൽ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനെല്ലാം സബ്സിഡി കൊടുക്കാം. എന്താ എന്ത് സബ്സിഡി അത് കിട്ടിക്കൊണ്ടിരുന്നത്? സെൻട്രൽ മിനിസ്ട്രി. അത് ലാഭമുള്ളതായിരുന്നോ വിൽക്കുന്നവർക്ക്? ഇപ്പൊ അനർട്ട് ചെയ്യുന്നതിനേക്കാൾ ലാഭകരമായിരുന്നു. 10,000. എത്ര കോസ്റ്റ് വരും? അനർട്ട് 98. അപ്പൊ ബിസിനസ് കൂടുതൽ നിങ്ങൾക്കായിരുന്നോ? സ്വാഭാവികമായിട്ടും ചെയ്യുന്നുണ്ടായിരുന്നില്ല. അനർട്ടിന്റെ ജോലി എന്താ? അനർട്ട് വന്നിട്ട് ആപ്ലിക്കേഷൻ 500 രൂപ കൊടുത്ത് എല്ലാവരും വാങ്ങിച്ചു വെക്കുക, ഏതെങ്കിലും ഒരു ഇംപ്ലിമെന്റ് ഏജൻസിക്ക് കൊടുക്കും എന്ന് പറഞ്ഞ് സംസാരിക്കുക. അങ്ങനെ എത്രയോ വർഷങ്ങൾ കേരളത്തിന്റെ കണക്കുണ്ട്. ഈ ഇംപ്ലിമെന്റ് ഏജൻസി നിങ്ങൾ അതിൽ വരുമായിരുന്നോ? നമുക്ക് അസോസിയേഷൻഷിപ്പ് ഉള്ള, അതായത് MNREയുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്ന ഏതൊരു കമ്പനിക്കും ഏതൊരു ഏജന്റിനും വ്യക്തികൾക്കും നമുക്ക് വേണമെങ്കിൽ ഇംപ്ലിമെന്റിംഗ് ഏജൻസി ആവാം. കിട്ടിയിട്ടുണ്ട് അനർട്ടിന്. അപ്പൊ അത് 98,000-നാണോ അവര് അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അവർ ചെയ്യുന്നത്? അല്ലല്ല, നമുക്ക് ഇഷ്ടമുള്ള റേഞ്ചിൽ ചെയ്യാം. പക്ഷെ ഒരിക്കലും 98,000 വേണമെന്ന് നിർബന്ധമില്ല. നമുക്ക് കുറച്ച് കൊടുക്കാം. 98 വരെ വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഈ കമ്പനിയുടെ ഇതിനകത്തോട്ട് പതുക്കെ ബിജുവിന്റെ ഇതൊക്കെ ചേഞ്ച് ആയി. ബിജു കുറെ അഡ്വർടൈസ്മെന്റ്സ്, ഷോസ്, ഫിലിം ഷോസ്, സീരിയൽ ആക്ട്രസുകൾ വന്ന് വിട്ടു. ഈ സീരിയൽ ആക്ട്രസ് എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കാര്യങ്ങളാണ് ഫസ്റ്റ് പ്രിഫറൻസ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, അത് അവരുടെ ആസ് എ പാർട്ട് ഓഫ് ദെയർ എക്സിസ്റ്റൻസ്. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും ഇപ്പോൾ ഒരു ചാൻസ് കിട്ടുക അല്ലെങ്കിൽ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ അവരത് മാക്സിമം ചൂസ് ചെയ്യും. അപ്പോൾ അത് ചൂസ് ചെയ്യുന്നത് നമ്മുടെ പൈസ ആയിപ്പോയി. കസ്റ്റമേഴ്സ് അതോടെ ഇത് പ്രോജക്റ്റ് പിന്നീട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാതായി. അറിയുന്നതെന്ന് വെച്ചാൽ എൻ്റെ കസ്റ്റമേഴ്സ് തന്നെ എന്നെ ഫോൺ ചെയ്യാൻ മതി. എന്നെ സാധനം വിളിക്കാറില്ലല്ലോ. സെയിൽസ് കഴിഞ്ഞാൽ പിന്നെ ഓഫീസിലാണ് അതിൻ്റെ കസ്റ്റമർ ആഫ്റ്റർ ദെയർ സർവീസ് നോക്കുക. പക്ഷെ അതിനുശേഷം കസ്റ്റമേഴ്സ് തിരിച്ചു വിളിക്കാൻ തുടങ്ങിയപ്പോൾ അത് എത്ര കാലമായി? ഈ അറസ്റ്റിന് എത്ര കാലം? ഒരു വർഷം തൊട്ട് പ്രശ്നമുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ ടാക്കിൾ ചെയ്തു. ഞാൻ കുറേയൊക്കെ വഴക്കുണ്ടാക്കിയത് ടാക്കിൾ ചെയ്തു. പക്ഷെ അവിടെ നിന്ന് പ്രശ്നം കൂടിയെന്ന് വെച്ചാൽ ടീച്ചർ ഒരു ദിവസം ഒരു ഓഗസ്റ്റ് 4-ാം തീയതി ആയപ്പോഴത്തേക്കും വീട്ടിൽ വല്ലപ്പോഴൊക്കെ പിന്നെ വീട്ടിൽ വരുത്തുള്ളായിരുന്നു. റിലേഷൻഷിപ്പ് വേറെയൊക്കെ ആയപ്പോഴത്തേക്കും അപ്പം അങ്ങനെ 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പിന്നെ സാധനമല്ല എടുത്തോണ്ട് പോയി. ഞാൻ വർക്ക് കഴിഞ്ഞ് തിരിച്ചു വീട്ടു സാധനം അയാളുടെ റിലേറ്റ് ചെയ്ത അയാളുടെ ഡ്രസ്സ്, വീട്ടിലുണ്ടായിരുന്ന എൻ്റെ ഗോൾഡ്, 4 ലക്ഷം രൂപ എല്ലാം എടുത്തോണ്ട് പോക്കാണ്. ഈ ആളെ പറ്റി പിന്നെ ഒരു വിവരമില്ല. ഫോൺ സ്വിച്ച് ഓഫ്. എത്ര കാലത്തേക്കോ? ബിജുവിന് എത്ര കാലം കിട്ടിയില്ല? പിന്നെ അത് മലയാളം ഹലോ എൻ്റെ അയാളുടെ നമ്പർ എനിക്ക് തരാൻ പറയാം. അമ്മ പെനിയുടെ നമ്പറിൽ വിളിച്ചു പറയാം. പെനി വിളിച്ചോളൂ. ഓഗസ്റ്റ് 4-ന് പോയിട്ട് പിന്നീട് ഓഗസ്റ്റ് 4-ന് പോയിട്ട് പിന്നെ ആളെ പറ്റി എഴുതില്ല. ഫോൺ 2 സ്വിച്ച് ഓഫ്. ഞാൻ ഇയാളെ പറ്റി ഇങ്ങനെ ഓരോന്നോരോന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവിക്കുന്നത്, എങ്ങനെയാണ്, ഏതാണെന്ന് പറയുന്നത്. പക്ഷെ ഒരു ഇൻഫർമേഷൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിനെപ്പറ്റി പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സ്റ്റഡീസ് അന്വേഷണ നടത്തിയപ്പോൾ അറിഞ്ഞത് ഈ ശാലുവിൻ്റെ വീട്ടിൽ സ്ഥിര താമസമാണ്. അപ്പോൾ ശാലുവിനെയും ബിജുവിനെയും മാറി കോൺടാക്ട് ചെയ്തു. 2 പേരും നമുക്കൊരു ആൻസർ തരത്തില്ല. വേറെ 5 കോടി 90 ലക്ഷം രൂപയോളം മിസ്സിങ്ങാണ് കമ്പനിയിൽ. അപ്പോൾ കുറേ വസ്തു അതും ഇതുമെല്ലാം ഞാൻ വിറ്റിട്ട് 2 കോടി 3 കോടി രൂപയുടെ അടുത്ത് ഞാൻ തീർത്തു. ലയബിലിറ്റീസ് തീർത്ത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് ഞാനിപ്പോൾ കേസ് നടക്കുന്നത്. 2 കോടി രൂപയ്ക്ക്. ഈ 3 കോടി തീർത്തതിൻ്റെ കണക്കൊക്കെ കയ്യിലുണ്ടോ? എൻ്റെ അഡ്വക്കേറ്റ് കൊടുത്തിട്ടുണ്ട് ഫുള്ള്. ഞാൻ ഇതൊക്കെ അറസ്റ്റാകുന്നതിന് മുമ്പ് ഫുള്ള് എൻ്റെ അഡ്വക്കേറ്റ് അത് ഇടയ്ക്ക് TV വന്നിരുന്നതാണ്. എൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ. പിന്നെ എപ്പോഴാ പിന്നെ ഇയാളെ തിരിച്ച് വന്നില്ല. അപ്പഴേ ബന്ധം അത്രയും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചില്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഒരു കുഞ്ഞടക്കുണ്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും. അങ്ങനെ കുട്ടി ഉണ്ടാകുന്നതുകൊണ്ട് എല്ലാവർക്കും റിലേഷൻഷിപ്പ് ഉണ്ടാകും. ഒന്നിച്ച് താമസിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആ ഒരു കുഞ്ഞിനോടോ
കുഞ്ഞിനോടൊന്നല്ല ആരോടും റിലേഷൻഷിപ്പ് ഇല്ല, ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. അയാളുടെ Attachment അയാളുടെ ഇല്ല. attachment ഇല്ല. അയാൾ സ്വന്തം കുട്ടികളോടും ഒരു അറ്റാച്ച്മെന്റ് ഇല്ല. പിന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്താ വന്നിട്ട് ബിസിനസ് റിലേഷൻഷിപ്പ് മാത്രമായിരുന്നു, പുറത്തുനിന്ന് കാണുമ്പോൾ ഇവർ ഒന്നിച്ച് ജീവിച്ചെന്തോ എന്ന് തോന്നുന്നു. എനിക്ക് പരാതി ഉണ്ടായിരുന്നില്ല, അയാളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ ഞാനും അറ്റാച്ച്ഡ് ആയിരുന്നില്ല. പിന്നെ ഈ പൈസ പോയതിന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നുള്ളത് വാസ്തവം. സ്വന്തം ജീവിതത്തെ പറ്റി എങ്ങനെയാണ് കരുതിക്കൊണ്ടിരുന്നത്? അപ്പോൾ ഈ ബിസിനസ് മാത്രമായി ബന്ധപ്പെട്ട് ചെറുപ്പമാണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഒരു സ്വന്തം ജീവിതത്തെ പറ്റി ചിന്തിക്കാതിരുന്നു? ജീവിതത്തെ പറ്റി ചിന്തിച്ച് ഞാൻ വിവാഹം കഴിച്ചതാണല്ലോ. അല്ല, അതിന് ശേഷം അല്ല, മാരീഡ് ആയിരുന്നു ഞാൻ, റിലേഷൻ വിട്ടു. എല്ലാ ഡൈവോഴ്സുകളും ചിന്തിക്കുന്നത് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. എനിക്ക് അതിനോട് ഇപ്പം തുറന്നു പറയാം, എനിക്ക് യോജിപ്പില്ല. ചീറ്റേഴ്സാണ് ജെൻസ് എന്ന് പറയുന്നത്. എനിക്ക് ക്ലാസ് ചെയ്യാൻ എന്താ ഞാൻ എല്ലാവരെയും കൂടെ ചേർത്ത് പറയുന്നത് കരുതരുത്. ഒരു 20-25% നമുക്കിനിപ്പം നമ്മളിനി അടുത്ത് ഭാഗ്യം വീക്ഷിക്കാൻ പോകുന്ന ആൾ അങ്ങനെ അല്ലായിക്കൂടാന്ന് പറയാനുള്ളത്. എൻ്റെ അങ്ങനെ ആഗ്രഹിച്ചില്ല, അതുകൊണ്ട് രണ്ടാമതൊരു എനിക്കൊരു റിലേഷൻഷിപ്പ് വേണം. എനിക്ക് അല്ലാതെ തന്നെ എനിക്കൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ പിന്നെ വർഷങ്ങളായിട്ട് പ്രണയിക്കുന്ന ഒരു വ്യക്തിയുണ്ട്, ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇപ്പം അതിന് ഞാൻ സ്റ്റോപ്പ് വരും, എല്ലാത്തിലും സ്റ്റോപ്പ് വരും. അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, ഇല്ലാന്ന് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു ഇമോഷണൽ ഒരു നെസസിറ്റി എനിക്ക് ഫീൽ ചെയ്തിരുന്നില്ല. തുറന്നു പറയണം, പ്രണയം ഇല്ലാന്ന് ഞാൻ പറയില്ല, നല്ലൊരു പ്രണയം ഉണ്ടായിരുന്നു. എല്ലാ തരത്തിലും സപ്പോർട്ട് ചെയ്യായിരുന്നു. അത് എല്ലാ തരത്തിലും സപ്പോർട്ടിങ് ആയിട്ടുള്ള നല്ലൊരു പ്രണയം. പുറത്തിറങ്ങിയപ്പോൾ എന്തൊക്കെയാണ് ഇത്രയും കാലം കൊണ്ട് എന്താ ജീവിതത്തിൽ നിന്ന് പഠിച്ചത്? പഠിച്ചത് ആരെയും വിശ്വസിക്കുന്നില്ല, ഫസ്റ്റ് കാര്യം. അത് പണ്ടേ പഠിച്ചതല്ലേ? അല്ല, അത് ഞാൻ കുറച്ചുകൂടി കൂടുതൽ പഠിച്ചത് പിന്നെ ഇതൊന്നും പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ആരെയും പഠിക്കാൻ, ആരെയും നമ്മൾ